ഓക്കെ, നമുക്ക് ന്യൂക്ലിക് ആസിഡ് ബയോമോളിക്യൂൾസിൽ നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളുടെ വൈറ്റമിൻസ് ആണ്. അപ്പം അതിൽ പറയാത്ത ബാക്കിയുള്ള ബയോമോളിക്യൂൾസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അതിൽ ന്യൂക്ലിക് ആസിഡ്സ് ആണ് ആദ്യത്തത്. ന്യൂക്ലിക് ആസിഡിന്റെ മോണോമർ ഏതാണെന്ന് ചോദിക്കാം. ന്യൂക്ലിക് ആസിഡിന്റെ മോണോമർ എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് ആണ്. ന്യൂക്ലിയോടൈഡ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിക് ആസിഡിന്റെ മറ്റൊരു പേരാണ് പോളിന്യൂക്ലിയോടൈഡ്. പോളിന്യൂക്ലിയോടൈഡ്. അടുത്തത്, ന്യൂക്ലിയോടൈഡിന് പ്രധാനമായിട്ടും 3 കമ്പോണൻസ് ആണുള്ളത്. ന്യൂക്ലിയോടൈഡിന് പ്രധാനമായിട്ടും 3 കമ്പോണൻസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തത് ഒരു പെൻഡോസ് ഷുഗർ. അതിനുശേഷം ഒരു ഹെറ്ററോസൈക്ലിക് ബേസ് ഉണ്ടാവും. അത് 2 എണ്ണമാകാം. പ്യൂരിൻ ബേസ് ആകാം, പിരമിഡിൻ ബേസ് ആകാം. മൂന്നാമത്തത് ഫോസ്ഫോറിക് ആസിഡിന്റെ യൂണിറ്റ് ഉണ്ടാവാം. അപ്പോ ഒരു ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് പോളിന്യൂക്ലിയോടൈഡ് ആണ്, മോണോമർ ന്യൂക്ലിയോടൈഡ് ആണ്. അപ്പൊ ന്യൂക്ലിക് ആസിഡിൽ പ്രധാനമായിട്ടും 3 കമ്പോണന്റ് ആണ്: പെൻഡോസ് ഷുഗർ, ഹെറ്ററോസൈക്ലിക് ബേസസ്, ഫോസ്ഫോറിക് ആസിഡ് യൂണിറ്റ്. അപ്പൊ അതിൽ പ്രധാനമായിട്ടുള്ള നമ്മളുടെ ന്യൂക്ലിക് ആസിഡുകൾ എന്ന് പറയുന്നത് 2 എണ്ണമാണ്: DNA-യും RNA-യും. DNA and RNA. DNA and RNA. അതില് DNA-യില് പിരിമിഡിൻ ബേസുകളായ സിസ്റ്റിനും തൈമിനും ഉണ്ടാവും. സിസ്റ്റിൻ ആൻഡ് തൈമിൻ. ഇതിന്റെ സ്ട്രക്ചറുകളും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സെറ്റിന്റെ സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്. PSCക്ക് അങ്ങനെ കണ്ടിട്ടില്ല എങ്കിലും പക്ഷെ നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ അത് ഗ്രൂപ്പിൽ സ്ട്രക്ചർ ഫോട്ടോ ഇട്ടേക്കാം. ദെൻ RNA-യിലുള്ള പിരിമിഡിൻ ബേസ് സിസ്റ്റിൻ ആൻഡ് യുറാസിലാണ്. തൈമിന് പകരം യുറാസിലാണ് RNA-യിലുള്ളത്. രണ്ടിലും ഒരുപോലെയുള്ളത് പ്യൂരിൻ ബേസുകളാണ്. പ്യൂരിൻ ബേസുകളായ അഡിനിനും ഗ്വാനിനും. അപ്പൊ ചോദ്യം വരാൻ സാധ്യതയുള്ള ഭാഗമാണ് ഈ ബേസുകളുടെ പേരുകൾ. RNA-യിലും DNA-യിലും ഒരുപോലെയുള്ള ബേസ് ഏതാണെന്ന് ചോദിക്കാം. അത് അഡിനിനും ഗ്വാനിനുമാണ്. അതുപോലെ RNA-യിലുള്ള പിരിമിഡിൻ ബേസ് സിസ്റ്റിനും യുറാസിൽ, അല്ലെങ്കിൽ RNA-യിൽ ഉള്ളത് DNA-യിൽ ഇല്ലാത്തത് യുറാസിലാണ്, DNA-യിൽ ഉള്ളത് RNA-യിൽ ഇല്ലാത്തത് തൈമിനാണ്. ആ കാര്യം ഒന്ന് ഓർക്കണം. ദെൻ DNA എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ദെൻ RNA എന്ന് പറയുമ്പോൾ റൈബോ ന്യൂക്ലിക് ആസിഡ്. റൈബോ ന്യൂക്ലിക് ആസിഡ്. എഴുതിയെടുക്കുന്നുണ്ടോ എല്ലാരും? ഓൾറെഡി പറഞ്ഞു, ഒരു പെൻഡോസ് ഷുഗർ ഉണ്ടാവും, ഹെറ്ററോസൈക്ലിക് ബേസ് ഉണ്ടാവും, ഫോസ്ഫോറിക് ആസിഡ് യൂണിറ്റ്. ഇവിടെ രണ്ടും DNA-യിലും RNA-യിലും ഇതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഹെറ്ററോസൈക്ലിക് ബേസുകൾ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. എവിടെ പ്യൂരിൻ വരുന്നു, എവിടെ പിരിമിഡിൻ വരുന്നു എന്നുള്ളത് പറഞ്ഞു. ഇനി ഇതിന്റെ പെൻഡോസ് ഷുഗറുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പെൻഡോസ് ഷുഗർ DNA-യിലെ
പെൻഡോസ് ഷുഗർ എന്ന് പറയുന്നത് 2-deoxy ഡി റൈബോസ് ആണ്. 2-deoxy ഡി റൈബോസ് ആണ്. നേരെ മറിച്ച് RNA പെൻഡോസ് ഷുഗർ ഡി റൈബോസ് ആണ്. ഡി റൈബോസ് ആണ്. ഇതും ചോദിച്ചിട്ടുണ്ട് PSCക്ക്. അതുകൊണ്ട് ആ പോയിന്റും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ DNA-ക്ക് ഒരു ഡബിൾ സ്ട്രാൻഡഡ് ഹെലിക്സ് സ്ട്രക്ചർ ആണ്. ഡബിൾ സ്റ്റാൻഡേർഡ് ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. RNA സിംഗിൾ ആണ്, ഒറ്റയ്ക്കേ ഉള്ളൂ, ഒറ്റ സ്ട്രാൻഡേർഡ് ആണ്, സിംഗിൾ സ്ട്രാൻഡേർഡ് ഹെലിക്സ് ആണ്. ആൽഫ ഹെലിക്സ് സ്ട്രക്ചേഴ്സ് ആണ് അതൊക്കെ രണ്ടും. RNA-ലും DNA-ലും ആൽഫ ഹെലിക്സ് ആണ്. DNA DD എന്ന് ഓർക്കുക, D ഫോർ ഡബിൾ, DD. RNA സിംഗിൾ ആണെന്നും ഓർക്കുക. ഇത്രയും പോയിന്റുകൾ കൃത്യമായിട്ട് എഴുതിയോ? ഇനിയും ഈ പറഞ്ഞ DNA-ലും RNA-ലും ഒക്കെ വ്യത്യസ്തമായ ബേസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെ ഇടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും തമ്മിൽ ഉണ്ടാവുന്നത്. ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് അറിയാം, ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ ബന്ധപ്പെടുന്നത് 3 ഹൈഡ്രജൻ ബോണ്ട് വഴിയായിരിക്കും. 3 ഹൈഡ്രജൻ ബോണ്ട്. നേരെ മറിച്ച് അഡിനിനും തൈമിനും 2 ഹൈഡ്രജൻ ബോണ്ട് വഴി. അതായത് എയും ടിയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് 2 ഹൈഡ്രജൻ ബോണ്ടും ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ കണക്ട് ചെയ്യുന്നത് 3 ഹൈഡ്രജൻ ബോണ്ടുമാണ്. അപ്പൊ നമുക്കറിയാം, തൈമിൻ DNA-യുടെ കേസിൽ അത് തൈമിൻ ആണെങ്കിൽ RNA-യുടെ കേസിൽ അത് യുറാസിൽ ആയിരിക്കും. എയും യുവും കൂടെ ആയിരിക്കും. അപ്പൊ ഗ്വാനിൻ കണക്ട് ചെയ്യുന്നത് സൈറ്റോസിനായിട്ടും അഡിനിൻ കണക്ട് ചെയ്യുന്നത് തൈമിനുമായിട്ടാണ്. എത്ര ബോണ്ടുകളായിട്ടാണെന്നുള്ളത് കൂടെ പഠിച്ചു വെക്കുക. ജിയും സിയും കൂടെ. ഇപ്പൊ നിങ്ങൾ ഓർത്താൽ മതി, ജി എഴുതിരുന്നത് സി പോലെയാണല്ലേ, സിയിലേക്ക് വന്നിട്ടാണ് ജിയിലെത്തുന്നത്. അപ്പം ജിയും സിയും ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എ എഴുതുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അവിടെ ഒരു ടി ഫോം ഉണ്ട്. സോ എയും ടിയും. പിന്നെ സൈറ്റോസിനും തൈമിനും യുറാസിലും തമ്മിൽ വ്യത്യസ്തപ്പെട്ടു എന്നുള്ള കാര്യം ഓൾറെഡി നിങ്ങൾ പണ്ട് തൊട്ടേ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു കണക്ഷൻ ആരൊക്കെ തമ്മിലാണെന്നുള്ള അറിയാൻ ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. അതുപോലെ ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞത്, നമ്മൾ ന്യൂക്ലിയോടൈഡ് പഠിച്ചു. ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത് ഷുഗറും പെൻഡോസ് ഷുഗറും നൈട്രജൻ ബേസും കൂടെ മാത്രമുള്ള, ഫോസ്ഫോറിക് ആസിഡ് യൂണിറ്റ് ഇല്ലാത്ത കാര്യങ്ങൾക്ക് പറയുന്നതാണ് ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോടൈഡിനകത്താണ് എല്ലാ കമ്പോണന്റും വരുന്നത്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പെൻഡോസ് ഷുഗർ DNA-ലെയും RNA-ലെയും പെൻഡോസ് ഷുഗറിന് ഉള്ള സ്ട്രക്ചറിന്റെ പ്രത്യേകത. അതൊരു ഫ്യുറാനോ സ്ട്രക്ചർ ആയിരിക്കും. സ്ട്രക്ചർ ഞാൻ ഗ്രൂപ്പിലിടാം. ആ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഫ്യുറാനോസ്. ഓപ്ഷനിൽ പൈറാനോസ് വന്നിട്ടുണ്ട്, ഓപ്പൺ ചെയിൻ വന്നിട്ടുണ്ട്, ഫ്യുറാനോസ് വന്നിട്ടുണ്ട്. നൺ ഓഫ് ദി എബോവ് ആണ് വന്നിരിക്കുന്ന. ആൻസർ ഫ്യുറാനോസ് ആണ്. അടുത്ത ആൻസർ നിങ്ങൾ ഒരാൾ പറയണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്യൂരിൻ? പ്യൂരിൻ അല്ലാത്തത്, തന്നിരിക്കുന്നതിൽ പ്യൂരിൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അഡിനിൻ, ഓപ്ഷൻ ബി ഗ്വാനിൻ, സി സൈറ്റോസിൻ. ആതിര വിജയൻ, പ്യൂരിൻ അല്ലാത്തത് ഏതാണ്? പ്യൂരിൻ അല്ലാത്തത് സൈറ്റോസിനാണോ കിട്ടിയിരിക്കുന്നത്?
ആണോ? ആൻസർ സൈറ്റോസിൻ ആണ്. നിങ്ങൾ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? അടുത്തത് പിരിമിഡിൻ അല്ലാത്ത ബേസ്. പിരിമിഡിൻ അല്ലാത്ത ബേസ് ഏതാണ്? ഹലോ, പിരിമിഡിൻ അല്ലാത്ത ബേസ് ഓപ്ഷൻ തരാം. അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, തൈമിൻ. വൃന്ദാവൻ പൂജ സ്റ്റോഴ്സ് പേരിൽ കയറിയിരിക്കുന്ന ആരാ? ഓക്കെ, അശ്വതി പ്രസാദ്. ആൻസർ പറയോ? പിരിമിഡിൻ അല്ലാത്ത ബേസ് എന്തോ? യുറാസിൽ. എല്ലാവർക്കും അതാണോ ഉത്തരം? എല്ലാവർക്കും അതാണോ ഉത്തരം? പിരിമിഡിൻ അല്ലാത്ത ബേസ് ഏതാ? അഡിനിനും ഗ്വാനിനും അല്ലേ? പിരിമിഡിൻ ബേസ് ഏതൊക്കെയാണ്? യുറാസിൽ, സൈറ്റോസിൻ, തൈമിൻ ആണ്. അതിന് നമുക്കൊരു ഷോർട്ട് കട്ടിൽ പറയാം. കട്ടാണ് കട്ട്, പിരിമിഡിൻ. കട്ട് ചെയ്തപ്പോ പിരി വെട്ടിപ്പോയി, അങ്ങനെ ഓർക്കുക. കട്ട്, സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ. കട്ടാണ് പിരിമിഡിൻ. ഇനി തെറ്റിക്കോ? പിരിമിഡിൻ ബേസ് ഏതൊക്കെയാണ്? കട്ട്, അല്ലെങ്കിൽ പിരമിഡിനെ കട്ട് ചെയ്യുക. നമുക്ക് പിരമിഡിന്റെ ഷേപ്പ് പറയാം. കട്ട് ചെയ്താണ് പിരമിഡിന് ഇങ്ങനെ ഒരെണ്ണം ഷേപ്പ് കിട്ടുന്നത്. സോ കട്ടാണ് പിരമിഡിൻ. അപ്പൊ ഏതൊക്കെയാണ് പിരമിഡിൻ? സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ. ദെൻ പ്യൂരിൻ പിന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക്. ബാക്കി രണ്ടെണ്ണം അജി നോക്കുക. അഡിനിനും ഗ്വാനിനും പ്യൂരിൻസ്. പ്യുവർ ആയിട്ടുള്ളവര് അജി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ബേസുകൾ തമ്മിൽ തെറ്റുവോ? പറഞ്ഞേ. ഇനി ബേസുകൾ തമ്മിൽ തെറ്റുവോ? എന്തോ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? കട്ട് എന്ന് ഓർക്കുക. CUT, കട്ട്. കട്ട് ചെയ്ത പിരമിഡ്. പിരമിഡിനകത്ത് പിരിമിഡിൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പൊ പിരിമിഡിൻ ബേസുകൾ ഏതൊക്കെയാണ്? കട്ടില് C4 സൈറ്റോസിൻ, U4 യുറാസിൽ, T4 തൈമിൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ സന്ധ്യ? ക്ലിയർ ആണോ? ക്ലിയർ ആയി. ക്ലിയർ. ഓക്കെ. ബാക്കി അജി പ്യുവർ ആണെന്ന് ഓർക്കുക. അതാണ് അഡിനിനും ഗ്വാനിനും. അപ്പൊ പറഞ്ഞേ, പിരമിഡിൻ അല്ലാത്ത ഏതാ അതിനകത്ത്? പറഞ്ഞേ. ആ, അഡിനിനും ഗ്വാനിനും അല്ലാത്തത്. എന്തോ? അഡിനിനും ഗ്വാനിനും. ആ, ഇനി തെറ്റിക്കോ ബേസുകള്? ഇത് ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അടുത്തൊരു MCQ. ന്യൂക്ലിക് ആസിഡുകളില് ന്യൂക്ലിയോടൈഡുകൾ ഒന്നൊന്നായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന്. ഏത് തരം ബോണ്ട് വഴിയാണ്? ഏത് തരം ബോണ്ട് വഴിയാണ് ന്യൂക്ലിയോടൈഡുകൾ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ തരാം. ഹൈഡ്രജൻ ബോണ്ട്, പെപ്റ്റൈഡ് ബോണ്ട്, glycosidic linkage,
ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പറഞ്ഞേ. ന്യൂക്ലിയോടൈഡുകളാണ്. ന്യൂക്ലിയോടൈഡുകൾ, ബേസുകളല്ല. ഓപ്ഷൻ ഡി ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്. നമ്മൾ പെട്ടെന്ന് ഹൈഡ്രജൻ ബോണ്ടിലേക്ക് പോകും. ന്യൂക്ലിയോടൈഡുകൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്. അതിനാണ് ആ 3 സ്ട്രക്ചറിൽ പറയുന്ന മൂന്നാമത്തെ പെൻഡോസ് ഷുഗർ കഴിഞ്ഞിട്ട് നമ്മൾ ബേസ് പറഞ്ഞിട്ട് ഫോസ്ഫോറിക് ആസിഡ് പറയുന്ന അതാണ്. അപ്പൊ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വഴിയാണ് ന്യൂക്ലിയോടൈഡുകൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹൈഡ്രജൻ ബോണ്ടുകൾ നൈട്രജൻ ബേസുകളാണ് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ന്യൂക്ലിക് ആസിഡ്സ് ആർ the polymers of option nucleoside, nucleotide, sugars, bases. ഏതാണ് പറഞ്ഞേ? ന്യൂക്ലിയോടൈഡുകൾ സർ. ന്യൂക്ലിയോടൈഡ്സ്. ഓക്കെ ആണോ? ന്യൂക്ലിയോടൈഡ്സ് ആണ് ഉത്തരം. ഓക്കെ, ന്യൂക്ലിയോടൈഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരം ഇവയിൽ ഏതാണ് നിർമ്മിക്കാത്തത്? ഓപ്ഷൻ എ രാസാഗ്നികൾ, ഓപ്ഷൻ ബി DNA, ഓപ്ഷൻ സി വൈറ്റമിൻ, ഓപ്ഷൻ ഡി ഹോർമോൺ. ഏതാണ്? ഏതാ? വൈറ്റമിൻസ് ആണേ. കിട്ടിയോ? എന്തോ കിട്ടിയായിരുന്നേ? ഓക്കെ, അടുത്തത്. ഇത് ഞാൻ മറ്റേ നിങ്ങളുടെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ടെക്സ്റ്റിൽ MCQ ആട്ടോ ഈ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പം അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അതും കൂടെ കൃത്യമായിട്ട് എഴുതി പോവുക. ഇതിൽ തന്നിരിക്കുന്ന ഏത് ഹോർമോണിലാണ് അയഡിനുള്ളത്? ഏത് ഹോർമോണിലാണ് അയഡിനുള്ളത്? ഓപ്ഷൻ എ ടെസ്റ്റോസ്റ്റിറോൺ, ബി അഡ്രിനാലിൻ, സി തൈറോക്സിൻ, ഡി ഇൻസുലിൻ. ആർക്കെങ്കിലും അറിയാവോ? തൈറോക്സിൻ ആണ്. സി തൈറോക്സിൻ ആണ് ഉത്തരം കേട്ടോ. തൈറോക്സിൻ. ഇതില് നമുക്ക് ഹോർമോൺസ് പറഞ്ഞ ഡക്ടിലസ് ഗ്ലാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോമോളിക്യൂൾ ആണ്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഹോർമോൺസ് ആണുള്ളത്. സ്റ്റീറോയിഡ് ഹോർമോൺ, ഒന്ന് സ്റ്റീറോയിഡ് ഹോർമോൺ, അതില് സെക്സ് ഹോർമോൺസ് ഉണ്ടാവും. സ്റ്റീറോയിഡ് ഹോർമോൺ 2 എണ്ണം ഉണ്ട്. സെക്സ് ഹോർമോൺസും അഡ്രിനൽ കോർട്ടെക്സ് ഹോർമോൺ, അഡ്രിനൽ കോർട്ടെക്സ് ഹോർമോൺസ്.
അതില് സെക്സ് ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻഡ്രോജൻസ് എന്ന് പറയുന്നത് ആൻഡ്രോസ്റ്റീറോൺ ആൻഡ് ടെസ്റ്റോസ്റ്റീറോൺ. അത് മെയിൻ ഹോർമോൺസ് ആണ്, മെയിൻ ഹോർമോണുകളാണ്. ദെൻ ഫീമെയിൽ സെക്സ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഈസ്ട്രോജൻ ആണ്. ഈസ്ട്രോജൻ. ഈസ്ട്രോജൻ ആണ് ഫീമെയിൽ സെക്സ് ഹോർമോൺ. ദെൻ നമ്മുടെ പ്രഗ്നൻസിക്കൊക്കെ ആവശ്യമായിട്ടുള്ളത് ജെസ്റ്റോജൻസ്, പ്രൊജസ്ട്രോൺ, അതൊക്കെയാണത്. ജെസ്റ്റോജൻസ്, പ്രൊജസ്ട്രോൺ പ്രഗ്നൻസിയെ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, അടുത്തത് അഡ്രിനൽ കോർട്ടെക്സ് ഹോർമോൺ ആണ്. അഡ്രിനൽ കോർട്ടെക്സ് ഹോർമോൺസ് എന്ന് പറയുന്നത് കോർട്ടിസോൺ, ആൾഡോസ്റ്റീറോൺ, കൊഴുപ്പിന്റെ ഒക്കെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നത്, പ്രോട്ടീൻസിന്റെ ഒക്കെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ആണ് ഇത്. അടുത്ത ടൈപ്പ് പെപ്റ്റൈഡ് ഹോർമോൺ, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. തന്നിരിക്കുന്നതിൽ പെപ്റ്റൈഡ് ഹോർമോൺ ഏത്? പെപ്റ്റൈഡ് ഹോർമോൺ എന്ന് പറയുന്നത് ഇൻസുലിൻ. നേരത്തെ പറഞ്ഞൊന്ന് പറയോ, അഡ്രിനൽ കോർട്ടെക്സ് ഹോർമോണിന്റെ എന്താ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്? കേട്ടില്ല. ഫംഗ്ഷൻ ആണോ? അഡ്രിനൽ കോർട്ടെക്സ് ഹോർമോണിന്റെ കാര്യം പറഞ്ഞില്ലേ? ഫംഗ്ഷൻ. അത് മെറ്റബോളിസം ഓഫ് ഫാറ്റും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും, അന്നജവും കൊഴുപ്പും അതുപോലെ പ്രോട്ടീന്റെ ഒക്കെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നതാണ് അഡ്രിനൽ കോർട്ടെക്സ്. ക്ലിയർ ആയോ? ഇനി പെപ്റ്റൈഡ് ഹോർമോണിന്റെ ഉദാഹരണം എല്ലാം പഠിക്കണം. ഇൻസുലിൻ ഉണ്ട്, വാസോപ്രസിൻ ഉണ്ട്, ഓക്സിറ്റോസിൻ ഉണ്ട്, ആന്റിയോസ്റ്റെൻസിൻ, അതൊക്കെ ചോദിക്കാം. ദെൻ അമീൻ ഹോർമോൺ, അതും ഇമ്പോർട്ടന്റ് ആണ്. അമീൻ ഹോർമോൺ ഏതൊക്കെ? അമീൻ ഹോർമോൺ അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ, തൈറോക്സിൻ. എഴുതിയെടുക്കേ. തന്നിരിക്കുന്നതിൽ അമീൻ ഹോർമോൺ ഏത്? അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. എഴുതിയെടുത്തോ? ആൻജിയോ കഴിഞ്ഞെന്താ? ആന്റിയോസ്റ്റെൻസിൻ 2 ആണ്. ആന്റിയോസ്റ്റെൻസിൻ 2. താമസിച്ച് ജോയിൻ ചെയ്യുന്നവരോട് ഞാനൊന്ന് പറയണേ, നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ പറയുന്ന ടൈമിനുള്ളിൽ ആ ഒരു 5 മിനിറ്റിനുള്ളിലെങ്കിലും ദയവേത് നിങ്ങൾ ജോയിൻ ചെയ്യുക. പിന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ റിക്വസ്റ്റ് വരെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, നമുക്ക് ബുദ്ധിമുട്ടാണ്. മറി എന്താ വെച്ചാൽ ആന്റിയോസ്റ്റെൻസിൻ അത് ഞാൻ എഴുതിയത് മനസ്സിലായില്ല. ANGIOSTNSIN 2. ക്ലിയർ ആയോ? ഓക്കെ. അടുത്തത് ഏത് ഹോർമോണാണ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് മാറ്റുന്നത്? അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഞാൻ ഓപ്ഷൻ ഇടാം. കോർട്ടിസോൾ, ബൈലാസിഡ്, അഡ്രിനാലിൻ,
ഇൻസുലിൻ. ഏതാണ്? ഇൻസുലിൻ. ഇൻസുലിൻ ആണ് കേട്ടോ. ഒന്ന് എഴുതി എടുത്തേക്കണേ. ഇങ്ങനത്തെ ചോദ്യം വരാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് അവയവം എന്നറിയപ്പെടുന്നത് തന്നെയാണ്. ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് അവയവം തൈറോയിഡ് ആണ് കേട്ടോ. തൈറോയിഡ് ഗ്രന്ഥിനെയാണ്. തൈറോയിഡ്. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? അടുത്തൊരു ചോദ്യം, RNAയും DNA-യും കൈറൽ മോളിക്യൂൾ ആണ്. ആ വീഡിയോ കാണാൻ പറ്റുമോ? സ്റ്റീരിയോ കെമിസ്ട്രിക്കകത്ത് ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറയണമെങ്കിൽ കൈറാലായിരിക്കും. കൈറാലാണെങ്കിൽ ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആവാൻ സാധ്യത പറ്റുന്നുള്ളത് പറഞ്ഞത് നമ്മൾ വീഡിയോ കാണുക. അപ്പൊ RNA-യും DNA-യും കൈറാൽ മോളിക്യൂൾസ് ആണ്. അതിന്റെ കൈറാലിറ്റി എന്തുകൊണ്ടാണ്? Chirality is due to option A, D sugar component, option B, L sugar component, C, chiral baseകൾ, option D, chiral phosphate ester unit. ഡി ഷുഗർ കമ്പോണന്റ് കാരണമാണ് കേട്ടോ. ആ ഷുഗർ ഉണ്ടല്ലോ, ഡിയോക്സി റൈബോസും മറ്റടുത്തുള്ള റൈബോസ് ഷുഗറും, ആ ഷുഗർ കമ്പോണന്റ് വെച്ചിട്ടാണ് അവര് ആക്ടിവിറ്റി കാണിക്കുന്നത്, അവര് അല്ലെങ്കിൽ കൈറാലിറ്റി കാണിക്കുന്നത്. അപ്പൊ അത് ഇച്ചിരി അഡ്വാൻസ്ഡ് പോയിന്റ് ആണ്. അതൊന്ന് ജസ്റ്റ് എഴുതി വെച്ചിരിക്കുക. ചിലപ്പോൾ ചോദിക്കാനൊക്കെ സാധ്യതയുള്ളതാണ്. അടുത്തത്, ന്യൂക്ലിക് ആസിഡിലെ ബേസുകളുടെ മാറ്റത്തിന്, ചെറിയ മാറ്റം നടത്തുന്നതിനെ നമ്മൾ വിളിക്കുന്ന ഒരു ടെക്നിക്കൽ ടേം ഉണ്ട്. അതായത് ഓൾട്ടറേഷൻ ഇൻ ദ ബേസ് സീക്വൻസ് ന്യൂക്ലിക് ആസിഡുകളുടെ ബേസുകളെ മാറ്റുന്ന ആ ഓൾട്ടറേഷന് വിളിക്കുന്ന പേര് മ്യൂട്ടേഷൻ. അതൊന്ന് ഓർത്ത് വെക്കണേ. മ്യൂട്ടേഷൻ തന്നെയാണ് മലയാളത്തിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ പോയിന്റ്സ് കിട്ടിയോ? നമ്മുടെ ന്യൂക്ലിക് ആസിഡിന്റെതും നമ്മൾ പിന്നെ ഹോർമോൺസും ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ക്ലിയർ ആയോ? അത്രയും കാര്യങ്ങൾ ഓക്കെ. അടുത്തത്, ഒരാൾ എന്നോട് ഹൈബ്രിഡൈസേഷൻ ഒരു മോളിക്യൂളിന്റെ തന്നാൽ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചിരുന്നു. അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം, എന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ പറയാമേ. നിങ്ങൾക്ക് കഴിഞ്ഞ തവണത്തെ HSA ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, PSCl3 നിന്ന് PCl5 മാറുമ്പോൾ ഹൈബ്രിഡൈസേഷന്റെ മാറ്റം എങ്ങനെയാണെന്ന്. എല്ലാരും ഷേപ്സ് എന്ന് പറഞ്ഞു, ഷേപ്സ് എന്നും പറഞ്ഞു വീഡിയോ കണ്ടിരുന്നോ? എല്ലാരും കണ്ടിരുന്നോ? ഓക്കെ, അപ്പൊ ഞാൻ പറയാം എങ്ങനെയാണ് ഷേപ്പ് കണ്ടുപിടിക്കേണ്ടത്. ഷോർട്ട് ആയിട്ട് പറയാം. ഷേപ്പിൽ നിന്ന് ഹൈബ്രിഡൈസേഷൻ.
ആദ്യമേ സെൻട്രൽ ആയിട്ടുള്ള ലോഹത്തിനെ കണ്ടുപിടിക്കണം. ലോഹം അല്ലെങ്കിൽ ആ ലോഹം എന്തോ ആയിട്ട് PCl3 പി ആണ് കേന്ദ്രമായിട്ട് നിൽക്കുന്നത്. ഈ പി എന്ന് പറയുന്നത് നൈട്രജൻ ഫാമിലിയിൽ വരുന്നതാണ്. അയാളുടെ വാലൻസ് ഇലക്ട്രോൺ 5 ആണ്. സോ ഹാഫ് ഇൻറ്റു 5 പ്ലസ് ഇവരുടെ ചുറ്റും സിംഗിൾ ബോണ്ടഡ് ആയിട്ട് 3 ക്ലോറിൻ ഉണ്ട്. സോ സറൗണ്ടിങ് ലിഗാൻഡിന്റെ എണ്ണം എടുത്തു 8/2 4 വന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി ടോട്ടൽ അതിനകത്തുള്ള ഇലക്ട്രോൺ പെയർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അതിൽ 3 നോക്കിക്കേ ക്ലോറിനാണ്. 4 3 ക്ലോറിനാണ്. ഒരെണ്ണം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതായത് ഒരെണ്ണം ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ നിൽക്കുകയാണ്. അതിന്റെ അർത്ഥം അത് ലോൺ പെയർ ആണ്. അപ്പോ 3 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണ് നിൽക്കുന്നത്. 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും വന്നാൽ ഷേപ്പ് എന്ന് പറയുന്നത് പിരമിഡൽ ആയിരിക്കും. ഞാൻ നോട്ട് തന്നിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യുക. അത് ഒന്ന്. പിന്നെ നമുക്ക് അറിയേണ്ടത് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പൊ ടോട്ടൽ ഇലക്ട്രോൺ പെയർ 4 കിട്ടിയാൽ അതിന്റെ അർത്ഥം ഹൈബ്രിഡൈസേഷൻ sp3, അതായത് ഒരു എസും 3 പിയും, ദാറ്റ് ഇസ് 1 + 3 ചെയ്യുമ്പോൾ 4 കിട്ടണം. അങ്ങനെ 4 കിട്ടണമെങ്കിൽ ആ ഹൈബ്രിഡൈസേഷൻ sp3 ആയിരിക്കണം. ക്ലിയർ ആണോ? NS3യുടെ ഹൈബ്രിഡൈസേഷൻ ഒന്ന് കണ്ടുപിടിച്ചേ. NS3 ഞാൻ റാൻഡം ആയിട്ട് ഒരാളെ വിളിക്കും, ഒന്ന് കണ്ടുപിടിച്ചേ. അമോണിയയുടെ ഷേപ്പ് ഹൈബ്രിഡൈസേഷൻ ഒന്ന് കണ്ടുപിടിക്കുമോ? പേര് വിളിക്കാം. ഫിസിക്സ് ആരുണ്ട് ഇതിനകത്ത്? ഫിസിക്സ് ആര്? അഞ്ചു സജി ഉണ്ടോ? അഞ്ചു സജി ഉണ്ടോ? ഹൈബ്രിഡൈസേഷൻ കണ്ടെത്തിയോ? കണ്ടെത്തി. sp3 എന്നല്ലേ? sp3 അതായത് ഹാഫ് ഇൻറ്റു സെൻട്രൽ ആയിട്ടുള്ള നൈട്രജന് 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ഹാഫ് ഇൻറ്റു 5 പ്ലസ് ചുറ്റും 3 ഹൈഡ്രജൻ. സോ അവിടെ എത്ര തവണ എടുത്താൽ മതി? സറൗണ്ടിങ് ലിഗാൻഡിന്റെ എണ്ണം എടുത്തു 3. സോ 5 3 8/2 4 വന്നു. 4 ടോട്ടൽ ഇലക്ട്രോൺ പെയർ വന്നാൽ ഹൈബ്രിഡൈസേഷൻ sp3. ക്ലിയർ ആയോ? അടുത്തത് PCl5. PSC ചോദിച്ചത് PCl3 PCl5ലേക്ക് മാറി ഹൈബ്രിഡൈസേഷൻ വ്യത്യാസം. PCl5 ഹൈബ്രിഡൈസേഷൻ ഒന്ന് കണ്ടുപിടിച്ചേ. PCl5 എന്നോട് ഈ ഹൈബ്രിഡൈസേഷൻ ഡൗട്ട് ചോദിച്ചാണുള്ളത്. ഹൈബ്രിഡൈസേഷന്റെ ഡൗട്ട് ചോദിച്ചാണോ അതിനകത്ത്? ഓക്കെ, PCl5ന്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിച്ചു. സ്വിഫ്റ്റ് ആയിരുന്നോ? ക്ലിയർ ആണോ? ക്ലിയർ ആയിപ്പം ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പം ഫോസ്ഫറസും നൈട്രജൻ പീരിയോഡിക് ടേബിൾ നിങ്ങൾ കഴിയുന്നത് ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നൈട്രജൻ ഫാമിലിയിൽ അതിൽ നിന്നാണ് കിട്ടുമല്ലോ അല്ലേ? എന്തോ പീരിയോഡിക് ടേബിൾ ഫെമിലിയർ ആണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് ഗ്രൂപ്പ് ഏതാണെന്ന് മനസ്സിലാക്കി ബാലൻസ് ഇലക്ട്രോൺ ഒക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നൈട്രജൻ ആകുമ്പോൾ പറയുന്നതാണ്. നൈട്രജൻ ഫോസ്ഫറസ് അത്രയെങ്കിലും ആദ്യത്തെ 2 സെക്കൻഡ് അറിഞ്ഞിരുന്നാൽ മതിയാവും. സോ ഇവിടെ ഹാഫ് 5 + 5 10
വന്നാൽ ഹൈബ്രിഡൈസേഷൻ എന്താകും? 5 വന്നാൽ sp3d. S 1 3p 1d. 3 + 1 + 1 5 കിട്ടി. അങ്ങനെ sp3d വന്നു. ആ ഷേപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് ഹൈബ്രിഡൈസേഷൻ കാണുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നോക്കുക കേട്ടോ. ഹൈബ്രിഡൈസേഷനും കൃത്യമായിട്ട് കാണിക്കണം. മനസ്സിലായിട്ടോ മിസ്സേ? വെരി താങ്ക്സ് കേട്ടോ. മനസ്സിലായേ? എന്തോ മനസ്സിലായിട്ടുണ്ട് കേട്ടോ മിസ്സേ. താങ്ക് യു കേട്ടോ. മനസ്സിലായിപ്പം. ഓക്കെ ഓക്കെ. പക്ഷേ ഏത് മോളിക്യൂളിന്റെ കേസിലായാലും ഇതാ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലേ? പൊട്ടാഷ്യം കോംപ്ലക്സ് നമ്മൾ വൺസ് ബോണ്ട് തിയറി വെച്ച് കണ്ടുപിടിക്കത്തില്ലേ? ലിഗാൻഡിന്റെ സ്ട്രെങ്ത് ആ മിസ്സേ. അവിടെ അത് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ മിസ്. ന്യൂക്ലിക് ആസിഡ് ഹോർമോൺസ് പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടമുള്ള പോയിന്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കുറച്ച് NCERT നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് പറയാം. ബ്ലഡ് ക്ലോട്ടുകൾ ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസാഗ്നി. ബ്രേക്ക് അല്ല, ഡിസോൾവ് ചെയ്യാൻ, അലിയിപ്പിക്കാൻ. ബ്ലഡ് ക്ലോട്ട് സോറി, ഡിസോൾവ് ബ്ലഡ് ക്ലോട്ട്. അറിയാമോ ആർക്കെങ്കിലും? ബ്ലഡ് ക്ലോട്ട് ഡിസോൾവ് ചെയ്യാൻ സൗണ്ട് മുറിഞ്ഞു പോകുന്ന പോലെ. സൗണ്ട് ക്ലിയർ ആവുന്നു മിസ്സേ. ഞാൻ ലോഗൗട്ട് ആയിട്ട് കയറാമേ. ഒരു മിനിറ്റ്. കേൾക്കാൻ പറ്റുന്നത് പറയണേ. ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഏത് എൻസൈമാണ് ബ്ലഡ് ക്ലോട്ട് ഡിസോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? സ്ട്രപ്റ്റോകൈനേസ്. അതുപോലെ തന്നെ ഏത് ബയോമോളിക്യൂളാണ് ഉൽപ്രേരകം എന്നറിയപ്പെടുന്നത്? എൻസൈമാണ് കേട്ടോ. എൻസൈമാണ് ഉൽപ്രേരകം എന്നറിയപ്പെടുന്നത്. പ്രേരകമായിട്ട് ആക്ട് ചെയ്യുന്നത്. എഴുതിയോ? എഴുതിയോ? ഇനി നിങ്ങൾക്ക് ആ പിരിമണിക് ബേസുകളുടെ എല്ലാം കൂടെ സ്ട്രക്ചറും കൂടെ അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഇപ്പൊ തന്നാ നിങ്ങൾ പഠിക്കും. അതും കൂടെ ഒന്ന് പഠിക്കണേ. ഞാൻ സ്ട്രക്ചർ വരയ്ക്കാം. സൈറ്റോസിൻ.
യുറാസിൽ. പഠിച്ചോ? പഠിച്ചോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, വരച്ചു. അടുത്തത് വരയ്ക്കട്ടെ ഞാൻ. ഓക്കെ. അടുത്തത് നമുക്ക് ഫൈനൽ വരയ്ക്കാം. അതായത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത്, കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. മൂന്നും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. എക്സാമിൽ ചോദിക്കുമ്പോൾ തന്നിരിക്കുന്നതിനകത്ത് യുറാസിലിന്റെ സ്ട്രക്ചർ ഏതെന്നൊക്കെ ചോദിക്കാം. ഇതാണ് ഫൈനൽ. ഫൈനൽ ആക്ച്വലി 5-methyl യുറാസിലാണ്. അത് ചിലപ്പോൾ ചോദിക്കാമേ. 5-methyl യുറാസിൽ ഏത് നൈട്രജൻ ബേസ് ആണ്? അത് ഓർത്ത് വെച്ചോ. 5-methyl യുറാസിൽ ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പേ ഉള്ളൂ. 5 യുറാസിൽ നിന്ന് ഇതെങ്ങനെ ഫൈനൽ വ്യത്യസ്തരാകുന്നത് അങ്ങനെയാണ്. പൊസിഷനിൽ ഒരു CH3 ഗ്രൂപ്പ് വന്നു. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് പോയിന്റ് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് പ്യൂരിൻ ബേസുകളായിട്ട് എഴുതാം. അഡിനിൻ, കോൺട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്യാം, ഗ്രൂപ്പിലിട്ടേക്കാം. നിങ്ങൾ മറ്റ് വീഡിയോസ് കാണുമ്പോൾ ബയോമോളിക്യൂൾ പഠിക്കുമ്പോൾ ഇതിലൂടെ ഒന്ന് കണ്ടുപോകുക. ഇത് 5 മെമ്പർ റിംഗിൽ, ഇത് 6 മെമ്പർ റിംഗിൽ. അഡിനിൻ, guanine,
guanine. ഇതേ സ്ട്രക്ചർ ആണ് കേട്ടോ. ഈ പെന്ന് ഓട്ടോമാറ്റിക്കലി ചരിച്ചിട്ടുള്ളത് മീൻസ് ഇതുപോലെയാണ് 5 6 വരുന്നത്. 5 6 ഇതിന്റെ സ്ട്രക്ചർ കൃത്യമായിട്ടൊന്ന് പഠിച്ചേക്കണേ. ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു സെറ്റിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും. ഇനി അടുത്തത് അമിനോ ആസിഡുകൾ കൂടെ നോക്കിയിട്ട് നമുക്ക് അമിനോ ആസിഡ്സ് അമിനോ ആസിഡ്സിനകത്ത് COH ഗ്രൂപ്പും ഉണ്ടാവും, അതുപോലെ തന്നെ അമീൻ ഗ്രൂപ്പും ഉണ്ടാവും. ഈ അമിനോ ആസിഡ്സ് എല്ലാം കൂടെ ചേർന്നാണ് പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്. ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്ന അമിനോ ആസിഡ്സിനെ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയും. ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്നതിനെ ബോഡിയിൽ നിർമ്മിക്കുന്നതിന് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. എക്സാമ്പിൾ ഗ്ലൈസിൻ, അലാനിൻ. ബോഡിയിൽ സിന്തസൈസ് ചെയ്യാതെ നമ്മൾ ഫുഡിലൂടെ നേടിയെടുക്കുന്നതിന് എസെൻഷ്യൽ എന്ന് പറയും. ഫുഡിലൂടെ നേടിയെടുക്കുന്നതിന് എസെൻഷ്യൽ അമിനോ ആസിഡ്. എസെൻഷ്യൽ അമിനോ ആസിഡ് നമ്മളത് ബോഡി നിർമ്മിക്കില്ല, നേരെ മറിച്ച് നമ്മൾ സപ്ലിമെന്റ് ആയിട്ട് എടുക്കണം. അതിന് എക്സാമ്പിൾ വാലിൻ, ലൈസിൻ. വാലിൻ, ലൈസിൻ. അതുപോലെ തന്നെ ന്യൂട്രൽ അമിനോ ആസിഡ് ഉദാഹരണം അത് PSC ചോദിച്ചിട്ടുണ്ട്. ന്യൂട്രൽ അമിനോ ആസിഡ് ഗ്ലൈസിനും വാലിനും. ഗ്ലൈസിനും വാലിനും. മിസ് നേരത്തെ ഒന്നുകൂടെ കാണിക്കുവോ? അവിടെ ബ്രേക്ക് വരുന്നുണ്ട്. ഫുഡാണോ സംശയം. മിസ്സേ, ഈ നോട്ട് ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്യോ? ഇപ്പൊ ഇട്ടേക്കാം. നടക്കുന്ന നോട്ട്സുകള്. എന്നിട്ട് ബയോമോളിക്യൂൾസിന്റെ ലൈവ് എന്ന പേരിൽ തന്നെ ഞാൻ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്തേക്കാം. ഈ വീഡിയോ കേട്ടോ. നിങ്ങളപ്പോ ആ സെക്ഷൻ എടുക്കുമ്പോൾ ഇതുകൂടെ ഒന്ന് റെഫർ ചെയ്താൽ മതി. ഓക്കെ മിസ്സേ, താങ്ക് യു. ന്യൂട്രൽ അമിനോ ആസിഡ് ഗ്ലൈസിൻ, വാലിൻ. ഓക്കെ. ഇനി ബേസിക് അമിനോ ആസിഡ് ന്യൂട്രലിനകത്ത് അതിന്റെ അർത്ഥം ഈക്വൽ നമ്പർ ഓഫ് COH ഉം NH2 ഉണ്ടാവും. അതുകൊണ്ടാണ് ന്യൂട്രൽ ആവുന്നത്. ബേസിക് എന്ന് പറയുമ്പോൾ NH2 അമീൻ ഗ്രൂപ്പ് കൂടുതലായിട്ട് വരും. അതുകൊണ്ടാണ് ബേസിക് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഹിസ്റ്റിഡിൻ, ലൈസിൻ. ഹിസ്റ്റിഡിൻ, ലൈസിൻ. അസിഡിക് അമിനോ ആസിഡ് നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമാണ്. അസിഡിക് അമിനോ ആസിഡ് സൗണ്ട് ബ്രേക്ക് ആവുന്നു മിസ്സേ.
അസിഡിക് അമിനോ ആസിഡ് അസ്പാർട്ടിക് ആസിഡ് Understood. glutamic acid glutamic acid ഹൈഡ്രോക്സി അമിനോ ആസിഡുകൾ ഏതൊക്കെ അതായത് OH ഗ്രൂപ്പ് ഉള്ളത് ഹൈഡ്രോക്സി അമിനോ ആസിഡ് സെറീൻ ത്രിയോനൈൻ സെറൈൻ ത്രിയോനൈൻ OH ഗ്രൂപ്പ് ഉണ്ട് അടുത്തത് സൾഫർ ഉള്ള അമിനോ ആസിഡ് ഇങ്ങനത്തെ 8 ചോദ്യം പ്രതീക്ഷിക്കാം സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ചോദിച്ചിട്ടുള്ളതാണ് സൾഫർ ഉള്ളത് കെമിസ്ട്രി പരീക്ഷയ്ക്ക് വെച്ചിട്ടുള്ളതാണ് സിസ്റ്റീൻ മെഥിയോനൈൻ മെഥിയോനൈൻ amide ഗ്രൂപ്പ് CO NH amide ഗ്രൂപ്പ് ഉള്ള അമിനോ ആസിഡ് aspartame glutamine അടുത്തത് aromatic amino acid aromatic amino acids tyrosine phenylalanine heterocyclic amino acid Say amino acid structure എന്ന് ചോദിക്കില്ലല്ലോ. എന്താണ് Say amino acid structures എന്ന് ചോദിക്കില്ലല്ലോ. Amino acidsന്റെ structures ചോദിക്കും സർ. കണ്ടിട്ടില്ല അത് ചോദിച്ചു കണ്ടിട്ടില്ല ഏതായാലും സ്ട്രക്ചർ ഫോട്ടോ ഇട്ടേക്കാം ഇതുപോലെ ഇങ്ങനെ ഗ്രൂപ്പുകളുള്ളത് PSC ചോദിച്ചു കണ്ടിട്ടുണ്ട് സ്ട്രക്ചേഴ്സ് ചോദിച്ചിട്ടില്ല ട്രിപ്റ്റോഫാൻ ഹിസ്റ്ററി ഇൻഡോൾ ഗ്രൂപ്പ് ഉള്ളതാണ് ട്രിപ്റ്റോഫാൻ ഇൻഡോൾ ഗ്രൂപ്പ് ഇൻഡോൾ ഗ്രൂപ്പാണ് സൈഡ് ചെയിൻ ആയിട്ട് വരുന്നത് ഹിസ്റ്റഡിനകത്ത് ഇവിഡസോളാണ് സൈഡ് ചെയിൻ ആയിട്ട് വരുന്നത് അതൊന്ന് ശ്രദ്ധിച്ചോളാം ചോദിച്ചു ഇൻഡോൾ ഗ്രൂപ്പ് സൈഡ് ചെയിൻ ആയിട്ട് വരുന്ന അമിനോ ആസിഡ് ഏതാണ് ട്രിപ്റ്റോഫാൻ ഇമ്യൂണോ ആസിഡ് വരുന്ന അമിനോ ആസിഡ് പ്രോലാക്റ്റിൻ പ്രോലീൻ അമിനോ ആസിഡിന്റെ ഫീച്ചേഴ്സ് പഠിക്കുന്നത് സർ എന്റെ പറഞ്ഞ സർ കേട്ടില്ല. ഇമ്യൂണോ ആസിഡ് അമിനോ ആസിഡിന്റെ എക്സാം ആണോ എന്താ പറഞ്ഞ് കേട്ടില്ല സർ. ഇമ്യൂണോ ആസിഡ് ഇമ്യൂണോ IMINO ഇമ്യൂണോ ആസിഡ് അതിന് അമിനോ ആസിഡിന്റെ എക്സാമ്പിൾ എന്നാണോ പറഞ്ഞത്. അതായത് ഇമ്യൂണോ ഗ്രൂപ്പ് NH ഗ്രൂപ്പ് വരുന്നത് ഇമ്യൂണോ ആസിഡ് എന്ന് പറയുന്നത് അമിനോ ആസിഡ് where standard NH2 group is replaced with an immuno group NH ഗ്രൂപ്പ് വരുന്ന NH2 ന് പകരം NH ഗ്രൂപ്പ് വരുന്ന അമിനോ ആസിഡ് പറയുന്നതാണ് ഇമ്യൂണോ ആസിഡ് അത് പ്രോലിൻ ആണ് മനസ്സിലായോ NH2 ഗ്രൂപ്പ് വരുന്ന അമിനോ ആസിഡ് എന്നാണ് പറഞ്ഞത്. സൗണ്ട് ബ്രേക്ക് ആവുന്നത് സർ. ഞാൻ സ്ട്രക്ചർ വരച്ച് കാണിച്ചു തരാം അപ്പൊ മനസ്സിലാവും
ആണ് പ്രോലിൻ. ഇവിടെ പ്രോലിൻ ആക്ച്വലി ഒരു അമിനോ ആസിഡ് ആണ്. ഇവിടെ NH2 പകരം നമുക്ക് എന്താ പറയുന്നത് ഇമൈൻ ഗ്രൂപ്പ് C ഡബിൾ ബോണ്ട് NH ആണ് ഉള്ളത്. അമീൻ ഗ്രൂപ്പ് മാറ്റി ഇമിനോ ഗ്രൂപ്പ് വരുന്നു. ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇതിനെയാണ് ഇമ്യൂണോ ആസിഡ് എന്ന് പറയുന്നത്. ഇമ്യൂണോ ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രോലിൻ ആണ്. ഇമ്യൂണോ ആസിഡ് അങ്ങനെ ചോദിക്കും. ഇതൊരു ചോയ്സ് കണ്ടിട്ടില്ല, ഞാൻ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. എന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും? ഓക്കെ മിസ്റ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇമ്യൂണോഗ്രൂപ്പ് എന്ന് പറഞ്ഞ C ഡബിൾ ബോണ്ട് എന്നല്ലേ? ഇമ്യൂണോഗ്രൂപ്പ് എന്ന് പറഞ്ഞ C ഡബിൾ ബോണ്ട് എന്നല്ലേ? ഇമ്യൂണോ ഗ്രൂപ്പ് C ഡബിൾ ബോണ്ട് N. ഇമ്യൂണോ ആസിഡ് വരുമ്പോഴത്തേക്ക് ഇമൈൻ ഗ്രൂപ്പ് C ഡബിൾ ബോണ്ട് N വരും. നൈട്രജൻ ആറ്റം ബോണ്ടഡ് ടു എ കാർബൺ ആറ്റം. പ്രോലിനെയാണ് നമ്മൾ ഇമ്യൂണോ ആസിഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് ലൈവില്